വീട്ടിലൊക്കെ ഇന്റർനെറ്റ് വൈഫൈ കണക്ഷനൊക്കെ ഉള്ള വീടുകളായിരിക്കും ഇപ്പം മിക്കവാറും. അതേപോലെ തന്നെ സ്മാർട്ട് ടി വി കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് മലയാളം ചാനൽ കിട്ടുന്ന വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരു ന്യൂസ് ചാനൽ സാധാരണ ചെറുപ്പക്കാരെ ഉദ്ദേശിച്ചല്ല, കുറച്ച് ഏജുള്ള ആൾക്കാർ, ന്യൂസ് മാത്രം കാണുന്ന ആൾക്കാർക്ക് പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പം റിപ്പോർട്ട് ടി വി ചാനൽ അതിനൊരു പ്രത്യേക ആപ്പുണ്ട്. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാ പ്രോഗ്രാമും നമുക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും, നല്ല ക്ലാരിറ്റിയോട് കൂടി. അതിന് നമ്മൾ ഫോൺ നമ്പറോ ഒന്നും അപ്പോൾ നമ്മളെ ടി വിയിൽ ആപ്പിൽ പോയിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ റിപ്പോർട്ടർ ലൈവ് എന്ന് കീബോർഡിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഡൗൺലോഡായി വരും. അത് പ്ലേ സ്റ്റോറിലാണ് നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ഡൗൺലോഡായി വരുന്നത് വരെ നമുക്ക് ഞാൻ നേരത്തെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, മലയാളം ലൈവ് ചാനൽ. ഏകദേശം എല്ലാ ചാനലും കിട്ടും. അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചിട്ട് വരാം. ഇതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ഇതിൽ നോക്കി പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. ഏകദേശം ആരും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് കാണണം. ഇതിൽ മിക്ക മലയാളം ചാനലും നമുക്ക് ലൈവ്, ഏഷ്യാനെറ്റ് ഒഴികെ ബാക്കി എല്ലാ ചാനലും നമുക്ക് ലൈവായിട്ട് തന്നെ കിട്ടും. ഇത് കോഡി ആപ്പ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പൂർണ്ണ വിവരങ്ങളൊക്കെ ആ വീഡിയോയിലുണ്ട്. അതിൻ്റെ ഫയലൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുമുണ്ട്. അപ്പം കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. എല്ലാ ചാനലും കാണുന്നില്ല. അപ്പോൾ നമുക്കിത് ഇവിടെ ഏകദേശം ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇപ്പം ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്യണില്ല. ഇതിനെ വിട്ടിട്ട് നമ്മൾ നേരെ നമ്മുടെ ആപ്പിൽ പോവുക. ബാക്ക് വന്നിട്ട് നമ്മുടെ ആപ്പിൽ പോയി കഴിഞ്ഞ് നോക്കിയാൽ അവിടെ കാണാൻ പറ്റുന്നതാണ് റിപ്പോർട്ടർ ചാനലിൽ. റിപ്പോർട്ടർ ചാനലിൽ റൈറ്റ് സൈഡിൽ രണ്ടാമതുള്ള, അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് കോർണറിൽ മുകളിൽ ഒരു ഇതാണ്, അത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഒരു ചെറിയ വെയിറ്റിംഗ് ഉണ്ടാവും. പിന്നെ നമുക്ക് എല്ലാ ചാനലും റിപ്പോർട്ടർ ചാനൽ കാണാൻ പറ്റുന്നതാണ്. ലൈവ് തന്നെ, ലൈവാണ്. നമുക്ക് മറ്റ് ഇതിൽ കിട്ടുന്ന അതേ ടൈമിൽ തന്നെ നമുക്ക് ലൈവായിട്ട് നമുക്ക് കിട്ടും. പിന്നെ പ്രത്യേകിച്ച് നല്ല ക്ലാരിറ്റി കൂടെ ഉണ്ട്. മോശമില്ലാത്ത ക്ലാരിറ്റി തന്നെയാണ് ഇത് കാണുന്നത്. പിന്നെ വോയിസ് എനിക്ക് വെക്കാൻ പറ്റില്ല, അതിന് പരിധിയുണ്ട്. അതുകൊണ്ട് നല്ല പ്രശ്നം. ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നേരെ ബാക്ക് ചെയ്ത് ഓഫ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, താങ്ക് യു. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക.